ലെബനാനിലേക്ക് പറിച്ചു നടുന്ന ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങൾ. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ലെബനാനും ഇസ്രായേലും തമ്മിലാണ്. ലെബനാൻ എന്ന് പറയാൻ പറ്റില്ല. ലെബനാനിലുള്ള സൈനിക ട്രൂപ്പായ ഷിയ മിലീഷ്യ വിഭാഗമായ ഹിസ്ബുള്ള ഗ്രൂപ്പ്, അവരും ഇസ്രായേലിൻ്റെ സൈന്യവും മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഈ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടി സങ്കീർണമായിട്ടുണ്ട്, വിപുലമായിട്ടുണ്ട്. മരണ റിപ്പോർട്ടുകളും ആക്രമണ റിപ്പോർട്ടുകളും കൂടുതലായിട്ട് പുറത്തു വരുന്നു. ഏകദേശം ഈ അടുത്ത് നടത്തിയിരിക്കുന്ന കണക്ക് പ്രകാരം, അഥവാ ഫലസ്തീൻ വിഷയം അവസാനിച്ചതിന് ശേഷം ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങിയ യുദ്ധത്തോടനുബന്ധിച്ച് 3500 ലെബനാനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശ അനുമാനം. 100-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ സ്ഥിരീകരിച്ചത് എനിക്ക് തോന്നുന്നു 12 ആൾ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ സാധാരണ ഉണ്ടാവാറുള്ളത് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ലെബനാന് ഇത്ര വിപുലമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇസ്രായേൽ നടത്താനുള്ള കാരണം? അതിൻ്റെ പശ്ചാത്തലം വളരെ കൗതുകമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇത് തിരിച്ചറിഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ. അതുകൊണ്ടാണ് അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അവരുടെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട മധ്യസ്ഥ വിഷയത്തിലെല്ലാം ലെബനാൻ കക്ഷി ചേരുന്നത്. ലെബനാനെ ചേർത്ത് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അഥവാ ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ അമേരിക്കയുമായിട്ട് ഈ സമാധാന ചർച്ച എന്ന് പറയുന്ന ഒരു പ്രവൃത്തി പോലും ഞങ്ങൾ ആലോചിക്കുന്നില്ല. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും വേണ്ട എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനാൻ അവരുടെ ഇഷ്ടഭൂമിയാണ്, ഇഷ്ടദേശമാണ്. അഥവാ ഇസ്രായേലിനെ ഒരു സാമ്രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് എല്ലാ കാലത്തും അവരുടെ ആഗ്രഹമുള്ളതാണ്. അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ജൂത വിഭാഗത്തെയും ചേർത്ത് കൊണ്ടുള്ള ഒരു ഇസ്രായേൽ സാമ്രാജ്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് പ്ലേക്കാർഡ് ഉയർത്തിക്കൊണ്ട് UN സഭയിൽ 200ഓളം ലോക രാഷ്ട്ര തലവന്മാർ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ്. ഞങ്ങളുടേത് ഒരു സാമ്രാജ്യമാക്കി മാറ്റും, അതിന് ദൈവം നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ, അതിൻ്റെ പ്രവർത്തനമാണ് താനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് അവരതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അഥവാ ഈ ലെബനാൻ എന്ന് പറയുന്ന രാജ്യം, ഇതിപ്പോൾ 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത പ്രധാനമായിരിക്കുന്ന രാജ്യം ഒന്ന് ഈജിപ്താണ്. ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനാൻ, ഈ 4 രാജ്യം. പിന്നെ 2 രാജ്യം ഇറാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളുടെയും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ യുദ്ധം നേർക്കുനേരെ എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഈ 4 രാജ്യങ്ങളും, അഥവാ ലെബനാൻ, സിറിയ, ജോർദാൻ, ഈജിപ്ത് എന്ന് പറയുന്ന 4 രാജ്യങ്ങളും, ഫലസ്തീൻ അടക്കം. അപ്പോൾ ഫലസ്തീനിൽ ചേർന്ന സമയത്ത് 5 രാജ്യമായി. 1967 പിന്നെ ഫലസ്തീൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ 4 രാജ്യവും കൂടെ ഫലസ്തീനും ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കെടുത്ത രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളിൽ പെട്ടതാണ് ലെബനാൻ. ഈ 4 രാജ്യങ്ങൾക്ക്, അഥവാ ലെബനാൻ, സിറിയ, ജോർദാൻ, ഈജിപ്ത്, 4 രാജ്യങ്ങൾക്കും 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവരാണ്. അവരുടെ ഭൂമിയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ നിലവിലുള്ള ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കിയത്. അഥവാ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന 1967 വരെ, 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമാകുന്നു, 1967 വരെ ഉണ്ടായിരുന്ന അവരുടെ രാജ്യം 4 ഇരട്ടിയായി വർദ്ധിച്ചത് ഈ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ വീണുടഞ്ഞു, അത് പൂർണ്ണമായ രീതിയിൽ പരാജയപ്പെട്ടു. നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് 1967 എന്നൊരു പ്രത്യേകത ഉണ്ട്. ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഗസ പിടിച്ചെടുത്തു, ജോർദാൻ്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്ന് പിടിച്ചെടുത്തു, ലെബനാൻ്റെ ഭൂപ്രദേശത്തിൻ്റെ വടക്കൻ മേഖല അങ്ങനെയും പിടിച്ചെടുത്തു. അങ്ങനെയാണ് ആ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ചെടുക്കപ്പെട്ട ചില ഭാഗങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പോയത് തന്നെയാണ്. അതാണ് സ്ഥിതികൾ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു വാക്തത്വം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും ഇസ്രായേലിനൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് ലെബനാൻ്റെ മേഖലയിലാണ് നേർക്കുനേരെ ഫേസ് ടു ഫേസ് യുദ്ധം അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അഥവാ സിറിയയിലില്ല. കാര്യം സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ വീണുപോയി. അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനും വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനങ്ങളൊന്നും സിറിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന എന്ന് പറയുന്ന സമയത്ത് അത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് സിറിയയുടെ അവസ്ഥ. ജോർദാനിലേക്ക് തന്നാൽ, ജോർദാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് സഖ്യകക്ഷി മാത്രമല്ല, സൗഹൃദ രാജ്യമാണ്. വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അമേരിക്കക്ക് സൈനിക ബേസ്, ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ള രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങൾ കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ സൈനിക ബേസുള്ള രാജ്യങ്ങളൊന്ന് ജോർദാനാണ്. അങ്ങനെ അവരുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. ജോർദാൻ ഒരിക്കലും അമേരിക്കയുമായിട്ട് ഒരു യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ വരില്ല. ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദ രാജ്യമുണ്ട്. 1967 ഈ പറയപ്പെട്ട ഇസ്രായേൽ അറബ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദം, വലിയ ബന്ധമാണ്. എംബസി ഉണ്ട്, കോൺസുലേറ്റ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ രീതിയിൽ കഴിഞ്ഞു പോകും. അതാണ് ജോർദാൻ. ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണം അട്ടിമറിയപ്പെട്ടു. അദ്ദേഹം പിന്നീട് ജയിലടക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു, നമുക്കറിയാവുന്നതാണ്. പിന്നീട് അവിടെ ശേഷം വന്നിരിക്കുന്ന ഭരണകൂടങ്ങളൊക്കെ ഇപ്പോഴുള്ള CC അടക്കമുള്ള ഭരണാധികാരി അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ളവരാണ്. അമേരിക്കയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ സപ്പോർട്ട് എന്നുള്ളതിനാണ്. അപ്പോൾ ഈജിപ്തും ജോർദാനും സിറിയയും പ്രശ്നമല്ല. അത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കുറേശ്ശെങ്കിലും അല്പാൽപമായിട്ടെങ്കിലും ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഭയം ഉണ്ടാകുന്ന സമയത്ത് ചില ഭൂപ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നൊരു സാഹചര്യങ്ങൾ വരും. സാധാരണഗതി ലോക ചരിത്രത്തിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നുള്ളത് ഫലസ്തീനാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഒരു രാജ്യമല്ല, സൈനിക സംവിധാനമില്ല. ഒരു ഭാഗത്ത് ഗസയാണ്, ഒരു ഭാഗത്ത് വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്കും ഗസയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ വിസ നൽകണം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 വർഷമായി ഗസക്കാർക്ക് ഹജ്ജ് നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല. ഇസ്രായേൽ അനുമതി നൽകാത്തതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു എയർപോർട്ടില്ല, റെയിൽവേ സ്റ്റേഷനില്ല, സംവിധാനങ്ങളൊന്നുമില്ല. അവർക്ക് പോകണമെങ്കിൽ നേരെ ഈജിപ്തിലേക്ക് വരണം. അവിടെ നിന്നാണ് കയറിപ്പോണ്ടത്, അവിടേക്കാണ് തിരിച്ചു വരേണ്ടത്. ഇതാണ് അതിൻ്റെ ഗസയുടെ അവസ്ഥ. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന യുദ്ധം ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരെ നടത്താൻ വേണ്ടി സമ്മതിക്കില്ല. കാര്യം ലെബനാനിൽ ഏതെങ്കിലും തരത്തിലൊരു ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നീട് സിറിയയിലേക്ക് അവർ കയറി വരും, പിന്നീട് ജോർദാനിലേക്ക് വരും, ഈജിപ്തിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് വരും. ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് വരുന്നത്. സൗദി അറേബ്യയിലെ 55% ഭൂപ്രദേശവും ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്ന് ആ പ്ലേ കാർഡിൽ വളരെ കൃത്യമായ രീതിയിൽ ചിത്രം വരച്ചുകൊണ്ട് പ്രധാനമന്ത്രി നെതന്യാഹു ഈ UN സഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലക്ഷ്യത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലെബനാൻ അവർക്ക് പ്രശ്നമല്ല, പക്ഷേ ലെബനാനുള്ള മിലിഷ വിഭാഗമായിരിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പ് അവർക്ക് പ്രശ്നമാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമാണ്. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും അവർ തിരിച്ച് ആക്രമിക്കും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ആക്രമം ഉണ്ടാകുന്ന മേഖല ഒഴിവാക്കി ഗ്രാമീണ മേഖലയിലേക്ക് ആക്രമിക്കുകയും ആ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില പ്രദേശത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പം നിയന്ത്രണത്തിലാണ്, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, അവസാനത്തെ ഇസ്രായേലിൻ്റെ സൈന്യവും ലെബനാനിൽ നിന്ന് പുറത്തിറങ്ങാത്തിടത്തോളം കാലം അമേരിക്കയുമായി ഒരു സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്ന പോലൊന്നും ഇല്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രതിരോധം തീർക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ലെബനാനിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും ഈ യമനിലാണെങ്കിലും ഒക്കെ അവിടെയുള്ള വിഭാഗങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നത്. പ്രതിരോധം ഉണ്ടാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രു ആരാണ്? ഇറാനാണ്. അമേരിക്കയുടെ ശത്രു ആരാണ്? ഇറാനാണ്. ഇറാൻ വീണാലോ അറബ് രാജ്യങ്ങൾ വീഴും. പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ അമേരിക്കയുമായിട്ട് ബലപ്പെടുത്തൽ നടത്താനോ ഒരിക്കൽ പോലും സാധിക്കാത്ത വിധം ആരും സംസാരിക്കാനില്ലാത്ത തരത്തിലേക്ക് പോകും. അതിൻ്റെ കാര്യം എന്താ? അറേബ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളിൽ ഏകദേശം 70-75% ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമാണ്. അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയെന്ന് മാത്രമല്ല, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അമേരിക്കക്കാർ തന്നെയാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന അമേരിക്കക്കാരാണ് എന്ന് മാത്രമല്ല, അത് സൂക്ഷിക്കപ്പെട്ട എവിടെ എന്നുള്ളത് കൃത്യമായി അറിയുന്നത് അമേരിക്കക്കാർക്കാണ്. ഈ തരത്തിലാണ് അവിടുത്തെ സൈനിക രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുടെ ക്രോഡീകരണ കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനൊക്കെ ഇല്ലാതാക്കണം വിചാരിച്ചാൽ അമേരിക്കയ്ക്ക് നടക്കുന്നതാണ്. അതിൻ്റെ ടെസ്റ്റ് ടോസാണ് ഇപ്പോൾ കൊടുത്തത്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ഞങ്ങൾക്കത് കഴിയുമെന്ന് തെളിയിച്ചതാണ്.
അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമായിട്ടല്ല, അതീവ ഗൗരവപരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും കാണുന്നത്. ഇറാൻ്റെ പരാജയം മാത്രമേ അവർക്ക് സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ. എന്നാൽ ഇറാൻ പരാജയപ്പെടാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ അവർക്കുണ്ട്. പിന്നാമ്പുറം ഇപ്പോഴും ലോകത്തിന് മനസ്സിലാകാത്ത എന്തൊക്കെയോ നിഗൂഢ രഹസ്യങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ലെബനാൻ വീഴുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് അവസാനത്തെ ഉണ്ട പോലും ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളിടത്താണ് അമേരിക്കയും ഇസ്രായേലും തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.